കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഗ്നോ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ പാർട്ടായിട്ടുള്ള ബികോം സെക്കൻഡ് ഇയേഴ്സിന് പഠിക്കാനുള്ള BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സെഷൻ വഴി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെഷൻ വഴി നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏകദേശം കഴിഞ്ഞ 5 അറ്റംപ്റ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 22, ജൂൺ 23 ആൻഡ് ഡിസംബർ 23. ഈ 5 അറ്റംപ്റ്റിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് എങ്ങനത്തെ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, കവറേജ് ഓഫ് സിലബസ്, പിന്നെ എങ്ങനെയാണ് ആ ഒരു നോട്ടബിൾ പാറ്റേൺസ് ഓർ ട്രെൻഡ്സ് എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ 5 അറ്റംപ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സെഷൻ വഴി അനലൈസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയാം, നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ 5 ബ്ലോക്ക് ആണ് പഠിക്കാനുള്ളത് ടോട്ടലി. ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഡീൽ ചെയ്യുന്നത് കമ്പനി അക്കൗണ്ട്സ് 1. അതിൽ യൂണിറ്റ് 1 ജനറൽ ഇൻട്രൊഡക്ഷൻസ് ആണ്. ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ. ഈ ഒരു ടോപ്പിക്സിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ ആണ്. Practical problems involving journal entries for the issue of shares, including oversubscription and forfeiture of shares. ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ആക്ച്വലി യൂണിറ്റ് 2 പഠിക്കുന്നത്. യൂണിറ്റ് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈബാക്ക് ഓഫ് ഷെയർസ്, ക്വസ്റ്റ്യൻസ് ഓൺ കണ്ടീഷൻസ് ആൻഡ് മോട്ടീവ്സ് ഫോർ ബൈബാക്ക്, സെബി ഗൈഡ് ലൈൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 3 നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 4 നോക്കുമ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ കണ്ടീഷൻസ് ആൻഡ് അക്കൗണ്ടിംഗ് ഫോർ റിഡംഷൻ. നമ്മൾ വൺസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് റിഡീം ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 4 നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 5 നോക്കുമ്പോൾ ഇഷ്യൂസ് ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ ആണ് നോക്കിയത്. യൂണിറ്റ് 5 വരുമ്പോൾ നമ്മൾ ഡിബഞ്ചേഴ്സിന്റെ ഇഷ്യൂ ആൻഡ് റിഡംഷൻ എങ്ങനെയാണെന്നുള്ളതാണ് പഠിക്കുന്നത്. അതിന്റെ ജേർണൽ എൻട്രീസ് ഫോർ ഡിബഞ്ചർ ഇഷ്യൂ ആൻഡ് റിഡംഷൻ അണ്ടർ ഡിഫറെന്റ് കണ്ടീഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 5 നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് ബ്ലോക്ക് 2 നമ്മൾ നോക്കുമ്പോൾ കമ്പനി അക്കൗണ്ട്സ് 2 ആണ് ബ്ലോക്ക് 2ന്റെ നെയിം വരുന്നത്. അതിൽ യൂണിറ്റ് 6 ആൻഡ് 7 ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ്സിൽ നമ്മൾ പഠിക്കുന്നത് ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഐറ്റംസ്. സ്പെഷ്യൽ ഐറ്റംസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 6ലും 7ലും പഠിച്ചിട്ടുള്ളത്. യൂണിറ്റ് 8 നോക്കുന്ന സമയത്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് യൂസിങ് ഇൻഡയറക്ട് മെത്തേഡ്. ഡയറക്ട് മെത്തേഡിന്റെ ഫോർമാറ്റ്സും യൂണിറ്റ് 8ൽ നമുക്ക് അവൈലബിൾ ആണ്. ബ്ലോക്ക് 3 നോക്കുന്ന സമയത്ത് ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാല്യൂഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ് വിൽ ആണ് നമ്മൾ ബ്ലോക്ക് 3ൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ. അതിൽ യൂണിറ്റ് 9ഉം 10ഉം നോക്കുമ്പോൾ അക്കൗണ്ട്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ്, ഹോൾഡിംഗ് കമ്പനീസിന്റെ കൺസെപ്റ്റ് എന്താണ്, സബ്സിഡറി കമ്പനി എന്താണെന്നുള്ള കൺസെപ്റ്റ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 9ലും 10ലും നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 11 വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മെത്തേഡ്സ് ഓഫ് വാല്യൂഷൻ ലൈക്ക് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഇത് മാത്രമല്ല സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, നമുക്ക് പല പല മെത്തേഡ്സ് ഉണ്ട്. ആ എല്ലാ മെത്തേഡും ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ്. യൂണിറ്റ് 12 നോക്കുന്ന സമയത്ത് വാല്യൂഷൻ ഓഫ് ഷെയർസ് ആണ്. ഷെയറിന്റെ വാല്യൂ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. മെത്തേഡ്സ് ഇൻക്ലൂഡിംഗ് ഏർണിംഗ് കപ്പാസിറ്റി മെത്തേഡ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് സ്പെസിഫൈ ചെയ്യുന്നേ ഉള്ളൂ. ഇത് മാത്രമല്ല വേറെ മെത്തേഡ്സ് ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്. ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് അമാൽഗമേഷൻ ഓഫ് കമ്പനീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 13 ആൻഡ് 14 അമാൽഗമേഷൻ കൺസെപ്റ്റ്സ് ആൻഡ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്,
കണ്ടീഷൻസ് ഫോർ അമാൽഗമേഷൻ, അക്കൗണ്ടിംഗ് എൻട്രീസ്, പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 13ലും 14ലും ഉള്ളത്. യൂണിറ്റ് 15ലെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് സ്റ്റെപ്സ് ആൻഡ് മെത്തേഡ്സ് ഇൻവോൾവ്ഡ് ഇൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. അടുത്തതായിട്ടുള്ള ഏറ്റവും ഫൈനൽ ബ്ലോക്ക് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, യൂണിറ്റ് ബ്ലോക്ക് 5 അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്. അതിൽ തന്നെ യൂണിറ്റ് 16 ആൻഡ് 17 ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് കമ്പനീസിന്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അവരുടെ ബാലൻസ് ഷീറ്റ് സ്ട്രക്ചർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 16ലും 17ലും നമ്മൾ നോക്കുന്നത്. യൂണിറ്റ് 18ലോട്ട് വരുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പറ്റിയിട്ടാണ്. ഫങ്ഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് നമ്മൾ യൂണിറ്റ് 18ൽ കാണാറുള്ളത്. യൂണിറ്റ് 19ലെ നോൺ പെർഫോമിംഗ് അസറ്റ്, NPA നമ്മൾ പറയും. റീസൺസ് ഫോർ ഗ്രോവിംഗ് NPS, റിക്കവറി മെക്കാനിസംസ്, ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മള് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 5 അറ്റംപ്റ്റിന്റെ പാറ്റേൺസും ട്രെൻഡ്സും നോക്കുന്ന സമയത്ത് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ ആൻഡ് ഷെയർസ്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ അറ്റംപ്റ്റും നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ ആൻഡ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, റെഗുലർലി ഇൻക്ലൂഡഡ് ബോത്ത് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന് ഒരു തിയറി ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനോ എല്ലാ അറ്റംപ്റ്റിലും നമുക്ക് വിസിബിൾ ആണ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ കണ്ടീഷൻസും മോട്ടീവ്സും ബൈബാക്കിന്റെ കണ്ടീഷൻ മോട്ടീവ്സ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കാൻ നോക്കുക. പിന്നെയുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ്, NPA. NPA എന്ന് നമുക്ക് സ്ഥിരമായിട്ട് ഷോർട്ട് നോട്ട്സും തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ്ലി വരാറുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ പ്രാക്ടിക്കൽ, നമുക്കറിയാം ഇതൊരു പ്രോബ്ലം പേപ്പർ ആണ്. ഇതിൽ നിന്ന് ഡെഫിനറ്റ്ലി പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വരാറുണ്ട്. ഇൻവോൾവിംഗ് ജേർണൽ എൻട്രീസ് എഴുതാനുള്ളത്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ സ്പെസിഫിക് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. സ്പെസിഫിക് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഈ വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ലും വാല്യുവേഷൻ ഓഫ് ഷെയർസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. തിയററ്റിക്കൽ എക്സ്പ്ലനേഷനിൽ കൂടുതൽ ചോദിച്ചു വരുന്നത് ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്, കണ്ടീഷൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ റിലേറ്റഡ് കൺസെപ്റ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ചോദിച്ചു കാണാറുള്ളത്. പിന്നെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് എഴുതാനാണ്. ക്വസ്റ്റ്യൻസ് ആസ്കിംഗ് ഫോർ ബ്രീഫ് എക്സ്പ്ലനേഷൻസ് ഓഫ് കീ കൺസെപ്റ്റ്. ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് കൺസെപ്റ്റ് അവർ തരും, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. നമ്മൾ അതിന്റെ ഷോർട്ട് നോട്ട്സ് എഴുതേണ്ടി വരും എക്സാമിന്. പിന്നെ നമ്മൾ ഈ ഒരു ഇത്രയും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഒരു നോട്ടബിൾ പാറ്റേൺസ്, റിപ്പീറ്റഡ്ലി വരുന്ന പാറ്റേൺസ് എങ്ങനത്തെ ഉള്ളതാണെന്നാണ് നമ്മൾ പറയുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്, നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റിന്റെ പ്രാക്ടിക്കലി ചെക്ക് ചെയ്യുന്ന, അതായത് പ്രോബ്ലംസ് വരാറുണ്ട്, ജേർണൽ എൻട്രീസ് എഴുതാൻ, ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ഒക്കെ സ്ഥിരമായിട്ട് തന്നെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ certain units like valuation of shares and goodwill and cash flow statements are consistently revisited in every examination, indicating their critical importance in the syllabus. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ഷെയർസും വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും, ഈ 3 ടോപ്പിക്സിൽ നിന്നും റിപ്പീറ്റഡ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് എന്ന് പറഞ്ഞാൽ എല്ലാ അറ്റംപ്റ്റിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഈ ഒരു 3 ഏരിയാസ് നിങ്ങൾ ഒരിക്കലും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ടോപ്പിക്സ് ലൈക്ക് NPA ആൻഡ് ബാങ്കിങ് കമ്പനി അക്കൗണ്ട്സ്, ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൂടുതലും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതൽ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാറുള്ളത്. നമ്മൾ ഈ ഒരു ടോട്ടൽ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു ബാലൻസ്ഡ് അപ്രോച്ച്, അതായത് ബോത്ത് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റും. ഒരു പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ കൂടെ തിയറിക്കും ഈക്വലി ഇമ്പോർട്ടൻസ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ഈ ഒരു ഡയഗ്രമാറ്റിക്കൽ പ്രസന്റേഷൻ ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാണാൻ പറ്റും ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ഗ്രീൻ കളേഴ്സ് ആണ്. അപ്പൊ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 എന്ന് തന്നെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2ന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ജനറൽ ഒരു ഇത് ഓവർവ്യൂ നോക്കുന്ന സമയത്ത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എല്ലാ ബ്ലോക്കിൽ നിന്നും തന്നെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തന്നെ ചോദിക്കാറും ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് എന്നുള്ളതല്ല, ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ഒരു ഇമ്പോർട്ടൻസ് ഉള്ള പോലെ തന്നെ എല്ലാ
ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു ഇപ്പൊ കാണിച്ച ഡയഗ്രാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടെത്താവുന്ന ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലോക്ക് 1 നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പനി അക്കൗണ്ട്സ് 1 ബ്ലോക്ക് 1 നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1-2 ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ആ ഒരു ബ്ലോക്കിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട്. ഒരു പെർസെന്റേജ് കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10-25% ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ബ്ലോക്ക് 1 ൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്ലോക്ക് 2യുടെ കേസിലും ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി എല്ലാ എക്സാംസിനും ഉണ്ടാവാറുണ്ട്. ബ്ലോക്ക് 2ന്ന് കൂടുതലായിട്ട് ഒരു 10-40% ഓഫ് ക്വസ്റ്റ്യൻസും കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ എല്ലാ അറ്റംപ്റ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലോക്ക് 3 നോക്കുന്ന സമയത്ത് ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാല്യൂഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ്വിൽ ആണ്. എല്ലാ അറ്റംപ്റ്റിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പെർസെന്റേജ് റേഞ്ച് വരുന്നത് ഒരു 10-40% തന്നെയാണ്. അതായത് ബ്ലോക്ക് 2 പോലെ തന്നെ 10-40% ഓഫ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 3യിൽ നിന്നും വരാറുണ്ട്. പിന്നെ ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ആക്ച്വലി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് വരാറുള്ളത്. ചില എക്സാംസിന് ഒരു ക്വസ്റ്റ്യനുമാണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിക്കാറുള്ളത്. യൂഷ്വൽ ഒരു പെർസെന്റേജ് ഓഫ് ആസ്കിംഗ് എന്ന് പറയുന്നത് 20%-40% ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. കൂടുതൽ ഒരു തിയറിക്ക് ഇമ്പോർട്ടൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാറുമുള്ളത്. പിന്നെ ബ്ലോക്ക് 5 അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, ഈ ഒരു ബ്ലോക്കിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും വരാറുണ്ട്. പെർസെന്റേജ് റേഞ്ച് എന്ന് പറയുന്നത് 10%-25% ആണ്. ഈ ഒരു അനാലിസിസ് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു 9 ക്വസ്റ്റ്യനോ 10 ക്വസ്റ്റ്യനോ തന്നിട്ട് ഏകദേശം ഒരു 5 ക്വസ്റ്റ്യനാണ് എക്സാമിന് ആൻസർ ചെയ്യേണ്ടി വരിക. അപ്പൊ നമുക്ക് എല്ലാ ബ്ലോക്കും ഒന്ന് നോക്കി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഹയർ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് ബ്ലോക്ക് 2, 3 ആൻഡ് 4ൽ നിന്നാണ് കൂടുതലായിട്ട് ഹയർ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ലോവർ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് ബ്ലോക്ക് 5ൽ നിന്നാണ്. പക്ഷെ ഈ ബ്ലോക്ക് 5ൽ നിന്ന് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണെങ്കിൽ പോലും വരുന്ന ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. NPA ഒക്കെ ഉള്ള ഏരിയാസ് ആണ് ബ്ലോക്ക് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ NPA നെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ അറ്റംപ്റ്റിനും ചോദിക്കാറുമുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക് ഒന്നും മിസ് ഔട്ട് ആവാണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബ്ലോക്കിൽ നിന്നും റെഗുലർ ആയിട്ട് തന്നെ ഒരു കോംപ്രഹെൻസീവ് കവറേജ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസിന്റെ ഇതിൽ നിന്ന് ആ ഒരു എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാ ബ്ലോക്കിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസിന്റെ ഒരു ഡയഗ്രാം ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓരോ യൂണിറ്റിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ, അതായത് കഴിഞ്ഞ 5 അറ്റംപ്റ്റുകളിൽ ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഡയഗ്രമാറ്റിക്കൽ പ്രസന്റേഷൻ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ അനലൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ബ്ലോക്ക് 2, 3, 4 ഇതിൽ നിന്നാണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളത്. അതിൽ തന്നെ സർട്ടൻ യൂണിറ്റ്സ് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2, ബ്ലോക്ക് 2ലെ യൂണിറ്റ് 7, ബ്ലോക്ക് 3ലെ യൂണിറ്റ് 9 ആൻഡ് ബ്ലോക്ക് 4ലെ യൂണിറ്റ് 14 ഇത്രയും യൂണിറ്റ്സിന് സ്ഥിരമായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഈ ഒരു യൂണിറ്റ്സുകൾ നിങ്ങൾ മിസ് ഔട്ട് ആക്കാണ്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഓരോ ബ്ലോക്കിലെയും ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള യൂണിറ്റ് 2, യൂണിറ്റ് 7 ആൻഡ് യൂണിറ്റ് 9 കറസ്പോണ്ടിങ് ടു ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3. ബ്ലോക്ക് 4ലെ യൂണിറ്റ് 14 ഇത്രയും യൂണിറ്റ്സിന് ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 5 ആൻഡ് ബ്ലോക്ക് 3ലെ യൂണിറ്റ് 12 കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് വരുന്നത് കുറവാണെന്നുള്ളതാണ് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ യൂണിറ്റ് നേരത്തെ കാണിച്ചിട്ടുള്ള ബാർ ചാർട്ട് പ്രകാരമുള്ള ആ ഒരു പെർട്ടിക്കുലർ ബാർ ചാർട്ടിന്റെ അനലൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 2ലെ യൂണിറ്റ് 7 ഫൈനൽ അക്കൗണ്ട്സും ബ്ലോക്ക് 3ലെ യൂണിറ്റ് 9 അക്കൗണ്ടിംഗ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസും ആ 2 യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുള്ളത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലാണ് ഈ ഒരു ഏരിയാസിൽ നിന്ന് എക്സാംസിന് വരുന്നത്. ലോ ഫ്രീക്വൻസി യൂണിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ് ലൈക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 5 ആൻഡ് ബ്ലോക്ക് 3 യൂണിറ്റ് 12 കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുറവാണ് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി നമുക്ക്
കുറച്ച് ഇമ്പോർട്ടൻസ് കുറവുള്ള ഏരിയാസ് ആണ് ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പെർട്ടിക്കുലർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് ഒരു ബാലൻസ്ഡ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എപ്പോഴും ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ആ ഒരു റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ മിസ്സാക്കാണ്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കുന്ന സമയത്ത് ബൈബാക്ക് ഓഫ് ഷെയർസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തുടങ്ങിയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി തന്നെ ചോദിക്കാറുള്ളത്. പിന്നെ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ള ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ ആണ് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട്. ഞാൻ റിപ്പീറ്റഡ്ലി വീണ്ടും പറയുന്നു, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും വാല്യൂഷൻ ഓഫ് ഗുഡ്വിലും നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ആക്കരുത്. പഠിക്കുന്ന സമയത്ത് എല്ലാ അറ്റംപ്റ്റിലും കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ് ഈ രണ്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സും ബൈബാക്ക് ഓഫ് ഷെയർസും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ ഓഫ് റൈറ്റ് ഷെയർസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് എസ്ക്രോ അക്കൗണ്ട്. ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പൊതുവേ വരുന്നത് കുറവാണ്. അറ്റംപ്റ്റുകളിൽ വന്നിട്ടുണ്ട്, ബട്ട് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈലി ഫ്രീക്വന്റ് ടോപ്പിക് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും വാല്യൂഷൻ ഓഫ് ഗുഡ്വിലും ബൈബാക്ക് ഓഫ് ഷെയർസ് ഒക്കെ തന്നെയാണ്. ലോ ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മളെപ്പോഴും ഹൈ ഫ്രീക്വന്റ് ടോപ്പിക്സ് കവർ ചെയ്തതിന് ശേഷം മാത്രം ലോ ഫ്രീക്വൻസി ടോപ്പിക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ അത് കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ എപ്പോഴും ആ ഒരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ നമുക്ക് എക്സാമിന് മുമ്പ്. അപ്പൊ അതിനു മുമ്പ് എപ്പോഴും നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ റിവിഷൻ എപ്പോഴും ആ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ലോ ഫ്രീക്വൻസി ടോപ്പിക്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഒരു ബാലൻസ് പ്രിപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത ഡയഗ്രാം എന്ന് പറയുന്നത് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ആണ്. ഓരോ യൂണിറ്റിൽ നിന്നും എങ്ങനെയാണ് ടോട്ടൽ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ ഡയഗ്രമാറ്റിക്കൽ പ്രസന്റേഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ടോപ്പിക്കിൽ നിന്നും ആവറേജ് എത്ര മാർക്സ് വരുന്നുണ്ട് എന്നുള്ളതുമാണ് ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടോട്ടൽ മാർക്സ് പെർ ടോപ്പിക് നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ ആൻഡ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ഈ ഒരു ഏരിയാസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് കണ്ടുവരുന്നത്. കുറഞ്ഞ മാർക്സിന് വരുന്നത് റൈറ്റ് ഷെയർസിന്റെ ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ളതും ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സും എസ്ക്രോ അക്കൗണ്ടിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കുറഞ്ഞ മാർക്സിന് ഇതുവരെ വന്നിട്ടുള്ളത്. ഒരു ആവറേജ് മാർക്ക്, അതായത് ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ആവറേജ് മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ റിപ്പീറ്റഡ്ലി വരുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ ഒക്കെ. എപ്പോഴും ഒരു ആവറേജ് മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം എക്സാംസിന് ചോദിക്കുന്ന ഏരിയാസ് ആണ്. Topics like preparation of final accounts and buyback of shares also maintain high average marks. ഈ രണ്ട് ടോപ്പിക്കിന്റെ കൂടെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സും ബൈബാക്ക് ഓഫ് ഷെയർസും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ലോവർ ആവറേജ് മാർക്സ് ഉള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യല്ല. ഹൈലി മാർക്സ് ഉള്ളത് കവർ ചെയ്തതിന് ശേഷം മാത്രം തന്നെ ലോവർ ഇതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും വാല്യൂഷൻ ഓഫ് ഗുഡ്വിലും പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സും ബൈബാക്ക് ഓഫ് ഷെയർസ് ഇത്രയും ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് റിക്കറന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, കഴിഞ്ഞ 5 അറ്റംപ്റ്റിൽ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് റിക്കറന്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്നുള്ള ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. AS3 ആണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ആൻസർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. AS3 എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. പറ്റുകയാണെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 22, ജൂൺ 23 ആൻഡ് ഡിസംബർ 23 ഈ കഴിഞ്ഞ 5 അറ്റംപ്റ്റിലും ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഈ ഏരിയാസിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്.
അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ ആണ്. ഇതും 5 പ്രാവശ്യം കഴിഞ്ഞ 5 അറ്റംപ്റ്റിലും നമുക്ക് ഈ വാല്യൂഷൻ ഓഫ് ഗുഡ് വില്ലിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെത്തേഡ്സ് ഓഫ് വാല്യൂഷനും നീഡ് ഫോർ വാല്യൂഷനും ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് വില്ലും ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അടുത്തതായി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 5 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിൽ തന്നെ 4 പ്രാവശ്യം ഈ ഒരു ഏരിയാസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും സ്പെഷ്യൽ ഐറ്റംസ് ട്രീറ്റ്മെന്റ് ഈ ഒരു ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ സ്പെഷ്യൽ ഐറ്റംസിൽ നിന്നൊക്കെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ടോപ്പിക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 5 അറ്റംപ്റ്റിൽ 5 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കണ്ടീഷൻസ്, മോട്ടീവ്സ്, സെബി ഗൈഡ് ലൈൻസ്, മെത്തേഡ്സ്, അക്കൗണ്ടിങ് ഫോർ ബൈബാക്ക് ഈ ഒരു ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് നോൺ പെർഫോമിംഗ് അസറ്റ് NPA. NPA കഴിഞ്ഞ 5 അറ്റംപ്റ്റിൽ ഒരു 4 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. മീനിങ്, റീസൺസ് ഫോർ ഗ്രോത്ത്, പ്രൊവിഷൻസ്, റിക്കവറി മെക്കാനിസംസ് തുടങ്ങിയിട്ടുള്ള NPAയുടെ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്തത് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നോക്കുന്ന സമയത്തും NPA പോലെ തന്നെ കഴിഞ്ഞ 5 അറ്റംപ്റ്റിൽ 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഇഷ്യൂ ഫോർ ക്യാഷ്, കൊളാട്രൽ സെക്യൂരിറ്റി, റിഡംഷൻ മെത്തേഡ്സ് ആൻഡ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ ഈ ഒരു ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അടുത്തത് വാല്യൂഷൻ ഓഫ് ഷെയർസ് ആണ്. വാല്യൂഷൻ ഓഫ് ഷെയർസും വാല്യൂഷൻ ഓഫ് ഗുഡ് വില്ലും ഇമ്പോർട്ടന്റ് ആണ്. ഇതില് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 5 അറ്റംപ്റ്റ് നോക്കുന്ന സമയത്ത് 4 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മെത്തേഡ് ഓഫ് വാല്യുവേഷനും നീഡ് ഫോർ വാല്യുവേഷനും ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഹോൾഡിംഗ് കമ്പനീസ് നോക്കുന്ന സമയത്ത് 4 പ്രാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ, മൈനോറിറ്റി ഇൻട്രസ്റ്റ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ സജസ്റ്റഡ് ടോപ്പിക്സ് ഫോർ ദ നെക്സ്റ്റ് എക്സാം ബേസ്ഡ് ഓൺ ഫ്രീക്വൻസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അതായത് ഈ ഒരു ഫ്രീക്വൻസിയുടെ ബേസിൽ നമുക്ക് അടുത്ത ഇനി വരാൻ പോകുന്ന എക്സാംസിന് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, ബൈബാക്ക് ഓഫ് ഷെയർസ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, വാല്യുവേഷൻ ഓഫ് ഷെയർസ്, ഹോൾഡിംഗ് കമ്പനീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇനിയുള്ള എക്സാംസിനും പ്രതീക്ഷിക്കാൻ വേണ്ടി നമ്മൾ പറ്റുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് AS3 ഞാൻ നേരത്തെ പറഞ്ഞു. പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളൊന്ന് നോക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ നോക്കുന്ന സമയത്ത് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് തുടങ്ങിയുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഈ എല്ലാ മെത്തേഡ്സും നിങ്ങൾ എക്സാമ്പിൾ വെച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. അപ്പോൾ ഒട്ടും തന്നെ മിസ് ഔട്ട് ആക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ ഫീച്ചേഴ്സ് ആൻഡ് നീഡ് ഫോർ വാല്യുവേഷൻ എന്നുള്ള ഏരിയാസിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് നോക്കുന്ന സമയത്ത് ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഐറ്റംസ് സച്ചസ് പ്രിലിമിനറി എക്സ്പെൻസ്, എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, depreciation on fixed asset, provision for taxation and dividends. ഈ ഏരിയാസിൽ നിന്നൊക്കെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇത് എന്താണ്, ഇപ്പൊ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്ന ഐറ്റം വരുന്ന സമയത്ത് നമ്മൾ അത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രീറ്റ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ ആക്ച്വലി എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ മൊത്തം പഠിക്കാൻ സമയമില്ലെങ്കിൽ പോലും ഇതിന് ട്രീറ്റ്മെന്റ് എന്താണ്, അതായത് പ്രിലിമിനറി എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യാറുള്ളത്, എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യാറുള്ളത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. അതാകുമ്പോൾ പിന്നെ ആ ഒരു പോയിന്റ്സ്, അതായത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അത് എന്ത് ചെയ്യാറുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്നുള്ള ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡിൽ നിങ്ങൾ സ്വയം എഴുതിയാൽ മതി. ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ബൈബാക്ക് ഓഫ് ഷെയർസിൽ നിന്ന് കണ്ടീഷൻസ് ആൻഡ് മോട്ടീവ്സ് ഫോർ ബൈബാക്ക്, സെബി ഗൈഡ് ലൈൻസ്, മെത്തേഡ്സ് ഓഫ് ബൈബാക്ക്, അക്കൗണ്ടിംഗ് ഫോർ ബൈബാക്ക് ഇത്രയും ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാറുള്ളത്. പക്ഷെ സ്റ്റിൽ എൻട്രീസ് ചോദിക്കാറുണ്ട്. അക്കൗണ്ടിംഗ് ഫോർ ബൈബാക്കിൽ നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്യണ സമയത്ത് എങ്ങനെയാണെന്നുള്ളതിന്റെ എൻട്രീസും ചോദിക്കാറുണ്ട് കേട്ടോ.
നോൺ പെർഫോമിംഗ് അസറ്റ് NPA നോക്കുന്ന സമയത്ത് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, റീസൺസ് ഫോർ ഗ്രോയിങ് NPAs, പ്രൊവിഷൻസ് ആൻഡ് റിക്കവറി മെക്കാനിസംസ് ആണ് ചോദിക്കാറുള്ളത്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ് ആൻഡ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി, മെത്തേഡ്സ് ഓഫ് റിഡംഷൻ, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഫോർ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ആണ് ചോദിക്കാറുള്ളത്. ഈ ഏരിയാസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. എക്സാമിന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഏരിയാസ് ആണ്. അടുത്തത് വാലുവേഷൻ ഓഫ് ഷെയർസ്, മെത്തേഡ്സ് ഓഫ് വാലുവേഷൻ. വാലുവേഷൻ ഓഫ് ഗുഡ് വിൽ പോലെ തന്നെ വാലുവേഷൻ ഓഫ് ഷെയർസിലും ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരമുള്ള ഷെയർ വാലുവേഷൻ ഒക്കെ എങ്ങനെയാണ് ഷെയർസ് വാല്യൂ ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നീഡ് ഫോർ വാലുവേഷൻ എന്താണെന്നുള്ളതും കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഹോൾഡിംഗ് കമ്പനീസിന്റെ കേസ് വരുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ, മൈനോറിറ്റി ഇൻട്രസ്റ്റ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഈ ഏരിയാസ് കോസ്റ്റ് ഓഫ് കൺട്രോൾ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആൻഡ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് തുടങ്ങിയിട്ടുള്ള ഏരിയാസ് റിപ്പീറ്റഡ്ലി തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇതില് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു കേസ് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഒന്ന് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് തന്നെ എപ്പോഴും റിപ്പീറ്റഡ്ലി വരുന്ന ഏരിയാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയാസ് മിസ് ഔട്ട് ആക്കാണ്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പൊ നേരത്തെ ഞാൻ ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാണ്. നമ്മൾ വെയിറ്റേജ് ഇൻ ടേംസ് ഓഫ് മാർക്സ് നോക്കുന്ന സമയത്ത് കൂടുതൽ വരുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് AS3 നിന്നാണ്. പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിന്ന്, റെഗുലേഷൻ ആൻഡ് ഫോർമാറ്റ്, യൂസസ് ആൻഡ് അനാലിസിസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. ഇത്ര ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തത് വാലുവേഷൻ ഓഫ് ഗുഡ് വില്ല്, മെത്തേഡ് ഓഫ് വാലുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഒരു ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് വാലുവേഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ്സ് നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് വില്, നീഡ് ഫോർ വാലുവേഷൻ. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സിന്റെ കേസിൽ ഫോർമാറ്റ്, P&L-നെയും ബാലൻസ് ഷീറ്റിനെയും ഫോർമാറ്റ്സ് ഒന്ന് നോക്കി പോവുക. ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഐറ്റംസ്, നേരത്തെ പറഞ്ഞ പോലെ പ്രിലിമിനറി എക്സ്പെൻസ്, എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആൻഡ് ഡിവിഡൻസ് തുടങ്ങിയിട്ടുള്ള ഏരിയാസിന്റെ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ലീഗൽ റിക്വയർമെന്റ്സ് ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സും കൂടെ ചെക്ക് ചെയ്തിട്ട് പോവുക. അടുത്തത് ബൈബാക്ക് ഓഫ് ഷെയർസിന്റെ കേസിലെ കണ്ടീഷൻസ് ആൻഡ് മോട്ടീവ്സ് ഫോർ ബൈബാക്ക്, സെബി ഗൈഡ് ലൈൻസ്, മെത്തേഡ്സ് ആൻഡ് അക്കൗണ്ടിംഗ് ഫോർ ബൈബാക്ക് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. അടുത്ത നോൺ പെർഫോമിംഗ് അസറ്റിന്റെ കേസിൽ മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, റീസൺസ് ഫോർ ഗ്രോയിങ് NPA, പ്രൊവിഷൻസ് ആൻഡ് റിക്കവറി മെക്കാനിസംസ് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ കേസിൽ ഇഷ്യൂ ഫോർ ക്യാഷ് ആൻഡ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി, മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഏതൊക്കെയാണ്, റിഡംഷൻ ഓൺ മെച്യൂരിറ്റി ഉണ്ട്, റിഡംഷൻ ഇൻ ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ട്, റിഡംഷൻ ബൈ പർച്ചേസ് ഫ്രം ദ മാർക്കറ്റ് ഉണ്ട്. ഈ ഒരു കാര്യങ്ങളൊന്ന് മെത്തേഡ്സ് ഓഫ് റിഡംഷന്റെ ഉള്ളിലുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കി പോവുക. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് റിഡംഷൻ ചെയ്യുന്നത്, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റും എൻട്രീസും ഒന്ന് നോക്കണം കേട്ടോ. അടുത്തത് വാലുവേഷൻ ഓഫ് ഷെയർസിലെ മെത്തേഡ്സ് ഓഫ് വാലുവേഷൻ ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് തുടങ്ങിയിട്ടുള്ള ഷെയർസ് വാല്യൂ ചെയ്യണ്ടേ. ഇപ്പൊ നമ്മൾ പല പല സിറ്റുവേഷനിൽ അമാൽഗമേഷന്റെ സമയത്തും അങ്ങനെ പല പല സമയങ്ങളിൽ നമുക്ക് ഷെയർ വാല്യൂ ചെയ്യേണ്ടി വരും. ആ ഷെയർ വാല്യൂ ചെയ്യേണ്ട മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അടുത്തത് നീഡ് ഫോർ വാല്യൂഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വാല്യൂഷൻ ചെയ്യേണ്ടതായ സിറ്റുവേഷൻസ് ഉണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പഠിച്ചിട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യാം. അടുത്തത് ഹോൾഡിംഗ് കമ്പനീസ് എന്ന് പറയുന്ന ഏരിയാസ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്താണ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ ഇൻ ബിറ്റ്വീൻ ഒക്കെ അക്വയർ ചെയ്യുകയാണെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ഉണ്ടാവാറുണ്ട്. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യാം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 99% ഹോൾഡിംഗ് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ 1% റിമൈനിങ് ആൾക്കാരും ഉണ്ടാവും. ആ 1% റിമൈനിങ് ആൾക്കാരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് പെർസെന്റേജ് എപ്പോഴും മാറ്റം വരാം. കാരണം 51% എബോവ് ഒരു ആള് ഹോൾഡ് ചെയ്തിട്ട് റിമൈനിങ് ചെറിയ ചെറിയ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാറ്റഗറിയിൽ വരും. കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ഒന്ന്
പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതിൽ നിന്നൊക്കെ തന്നെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മള് എപ്പളും എക്സാമിന്റെ ടിപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. എപ്പളും നിങ്ങള് ഹൈ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ആദ്യം തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മള് പറഞ്ഞായിരുന്നു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, ബൈബാക്ക് ഓഫ് ഷെയർസ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ആദ്യം തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് അത് അവസാന നിമിഷത്തോട്ട് മാറ്റി വയ്ക്കാണ്ട് തുടക്കത്തിൽ തന്നെ ഇതെല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂടും. കാരണം നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയാസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ഏരിയാസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു കോൺഫിഡന്റ് ബൂസ്റ്റ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രാക്ടീസ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാല്യൂഷൻ ഓഫ് ഗുഡ് വില്ലും വാല്യൂഷൻ ഓഫ് ഷെയർസിലൊക്കെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. അതിന്റെയൊക്കെ പ്രോബ്ലംസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ജസ്റ്റ് നോക്കി പോവാണ്ട് ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് അതൊന്ന് ചെയ്ത് നോക്കാൻ തന്നെ എപ്പോഴും ട്രൈ ചെയ്യുക കേട്ടോ. അടുത്തത് റിവ്യൂ സെബി ഗൈഡ് ലൈൻസ് ആൻഡ് ലീഗൽ റിക്വയർമെന്റ്സ്. നമുക്ക് ബൈബാക്കിന്റെ ഒക്കെ കേസിൽ ഒരുപാട് ലീഗൽ റിക്വയർമെന്റ്സ് ഉണ്ട്. അതിന്റെ സെബി ഗൈഡ് ലൈൻസും ലീഗൽ റിക്വയർമെന്റ്സ് ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ക്വസ്റ്റ്യൻസ് എപ്പോഴും ആ ഒരു ഏരിയാസിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എപ്പോഴും നമ്മള് ഈ ടോപ്പിക്സ് ലൈക്ക് NPA, റിക്കവറി മെക്കാനിസംസ് എന്നൊക്കെ പറയണത് ഓരോ പ്രാവശ്യവും ടൈംലി ചേഞ്ചസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് തന്നെ ഒന്ന് പഠിക്കുന്നു എന്നുള്ളത് ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ യൂസ് പാസ്റ്റ് പേപ്പേഴ്സ് ഫോർ പ്രാക്ടീസ്. നമുക്ക് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എപ്പോഴും നമുക്ക് മെയിൻ എക്സാമിന് അത് റിഫ്ലക്ട് ചെയ്യും. അപ്പം നമുക്ക് എത്ര കറക്റ്റ് ടൈമിനുള്ളിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു ടൈംലി മാനറിൽ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ഫോക്കസ് ഓൺ കൺസെപ്റ്റുവൽ ക്ലാരിറ്റി. എപ്പോഴും പഠിക്കുന്ന സമയത്ത് അതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. എസ്പെഷ്യലി ടോപ്പിക്സ് ലൈക്ക് വാല്യൂഷൻ മെത്തേഡ്സ്, കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇതൊക്കെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം തവണ റിവൈസ് ചെയ്യാണ്ട് തന്നെ നമുക്കത് എക്സാമിന് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സമ്മറി നോട്ട്സ്. ഇപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ നമുക്ക് NPA ഒക്കെ നോട്ട്സ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ബാലൻസ് ഷീറ്റിലും P&L പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ കോസ്റ്റ് ഓഫ് കൺട്രോൾ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് തുടങ്ങിയുള്ള ടോപ്പിക്സിന്റെ ഒക്കെ ഷോർട്ട് നോട്ട്സ് നിങ്ങളൊന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് മുമ്പ് ഇതൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, കോസ്റ്റ് ഓഫ് കൺട്രോളും മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് ഹോൾഡിങ്ങും കൺസോൾട്ടേഷനിലൊക്കെ വരുന്ന ടോപ്പിക്സ് ആണ്. അതിന്റെ നോട്ട്സ് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. പിന്നെ P&L ബാലൻസ് ഷീറ്റിലൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടല്ലോ, ഡിപ്രിസിയേഷനും പിന്നെ എന്താ പ്രിലിമിനറി എക്സ്പെൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിലും P&L നമ്മൾ ഡീൽ ചെയ്യണേന്ന് നോക്കിയിട്ട് അതിന്റെ നോട്ട്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എക്സാമിന് മുമ്പ് ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി ആൻഡ് ഡിസ്കഷൻസ്. സിമിലിയർ സിമിലിയർ കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യാനും ഇതാക്കാനൊക്കെ പറ്റും. പലർക്കും പല ഡൗട്ട്സ് ആയിരിക്കും. നമ്മളെപ്പോഴും ഒരാളുടെ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോഴോ ഒക്കെ നമ്മൾ കൂടുതൽ പഠിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റഡി സർക്കിൾ നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റഡി സർക്കിളിന്റെ പാർട്ട് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയാസും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ലേൺ വൈസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ നിങ്ങൾക്ക് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അവൈലബിൾ ആക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് ഈ ഒരു ജൂൺ ടേമിനൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് 100% ഇതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു പാറ്റേൺ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് സമയം ഈ ഒരു ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാനും ഒന്ന് പഠിക്കാനും വേണ്ടിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിന്റെ സെയിം എക്സാം പാറ്റേണിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കുന്നത്. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന രീതിയിൽ ആൻസർ ചെയ്താൽ മതിയായിരിക്കും. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് ആൻഡ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഫോർ ദ ബൈബാക്ക് ഓഫ് ഷെയർസ്.
നമ്മൾ ഇത്രയും നേരെ ഡിസ്കസ് ചെയ്തതിൽ പറഞ്ഞു ബൈബാക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിലെ കണ്ടീഷൻസും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 10 മാർക്സിന് വന്നിട്ടുള്ളത്. സെക്കൻഡ് വൺ, ഡിസ്കസ് ദ സെബി ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് ബൈബാക്ക് ഓഫ് ഷെയർസ്. സെബി നമുക്ക് എന്തൊക്കെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് വേണം ബൈബാക്ക് ഷെയർ ചെയ്യാനെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ എ പാർട്ട്, വാട്ട് ഈസ് ദ നീഡ് ഫോർ ദ വാലുവേഷൻ ഓഫ് ഗുഡ്വിൽ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് യൂസ് ഫോർ ദ വാലുവേഷൻ ഓഫ് ഗുഡ്വിൽ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. 12 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗുഡ്വില്ലിന്റെ വാലുവേഷന്റെ നീഡ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് വാലുവേഷൻ ഓഫ് ഗുഡ്വില്ലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത്, എക്സാമ്പിൾ വെച്ചിട്ട് കോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത സെക്കൻഡ് ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്വിൽ, ഗുഡ്വില്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. Third question, the balance sheet of XYZ Limited as of March 31st, 2023 is given below. നമുക്ക് ലയബിലിറ്റീസും അസറ്റ് സൈഡും നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 20 lakh, 10% redeemable preference share capital 10 lakh, general reserve 5 lakh, profit and loss account 3 lakh, sundry creditors 2,50,000, total 40,50,000 ആണ് ലയബിലിറ്റി സൈഡിന്റെ ടോട്ടൽ വരുന്നത്. അസറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ഫിക്സഡ് അസറ്റ് 25 lakh, ഇൻവെസ്റ്റ്മെന്റ് 5 lakh, സ്റ്റോക്ക് 4,50,000, debtors 3 lakh, bank 3 lakh, and total 40,50,000. Preference shares are to be redeemed at a premium of 10%. For this purpose, 20,000 equity shares of rupees 100 each are issued at par, and investment are sold for 4,50,000. Show journal entries and prepare the balance sheet after redemption. Preference share redemptionന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർത്തിലെ എ പാർട്ട്, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. 10 മാർക്സിന് വരെ വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട് ക്വസ്റ്റ്യൻ, prepare a cash flow statement for ABC Limited from the following information. Cash flow statements ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് 2022ന്റെയും 2023ന്റെയും ഡാറ്റ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 lakh 2022ന്റെ ആണ് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ 4 lakh 2023ലെ ഡാറ്റയാണ് തന്നിട്ടുള്ളത്. 12% ഡിബഞ്ചേഴ്സ് 1 lakh and 50,000, ജനറൽ റിസർവ് 50,000 and 80,000, creditors 30,000 and 40,000, outstanding expenses 25,000 and 30,000, total 5,05,000 in 2022 and 6 lakh in 2023. Asset side നോക്കുന്ന സമയത്ത് goodwill 40,000 and 30,000, land and building 2 lakh and 2,50,000, machinery 70,000 and 80,000, debtors 20,000 and 30,000, stock 30,000 and 40,000, cash 45,000 and 70,000. ടോട്ടൽ വരുന്നത് 4,05,000 and 5 lakh കറസ്പോണ്ടിംഗ്ലി. അപ്പോ ഈ ഒരു ബാലൻസ് ഷീറ്റിന്റെ ഇത് വെച്ചിട്ട് ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കേട്ടോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഫ്ത്തിലെ എ പാർട്ട്, ഡിഫൈൻ നോൺ പെർഫോമിംഗ് അസറ്റ്, NPA ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ട് ആർ ദ മെയിൻ റീസൺസ് ഫോർ ദ ഗ്രോയിങ് NPAs ഇൻ ദ ബാങ്കിങ് സെക്ടർ. ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് ആൻഡ് റിക്കവറി മെക്കാനിസംസ് ഫോർ NPA. 10 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്: ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി, minority interest, and capital redemption reserve. Seventh question വരുന്നത്, explain the preparation of consolidated financial statements in the case of a holding company. Discuss the accounting treatment for the following items in the consolidated financial statements: cost of control, minority interest, pre-acquisition profit തുടങ്ങിയിട്ടുള്ള ഏരിയാസിന്റെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഒന്ന് നോക്കിയിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അമാൽഗമേഷൻ? എക്സ്പ്ലെയിൻ ദ അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി ഇൻ കേസ് ഓഫ് അമാൽഗമേഷൻ. Distinguish between amalgamation in the nature of merger and amalgamation like purchase as per AS 14. നമ്മൾ നേരത്തെ പറഞ്ഞു AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ AS14 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 ഡിസ്കസ് ചെയ്യുന്നത് അമാൽഗമേഷന്റെ കേസാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആൻസർ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നയൻത്ത് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഓഫ് എ കമ്പനി. ആൻഡ് ബി പാർട്ട് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വാരിയസ് മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആൻഡ് ദ അക്കൗണ്ടിങ് പ്രൊസീജിയർ ഫോർ ഈച്ച്. ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമ്മൾ പ്രീവിയസ് ഇയർ ട്രെൻഡ് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ
9 ക്വസ്റ്റ്യൻസും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഞാൻ ഇപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.